മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലും പ്രവേശനം നടത്താനുള്ള സർക്കാർ നടപടിയിൽ സ്റ്റേ ആവശ്യപ്പെട്ട് മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധവും കരാറുകളുടെ ലംഘനവുമെന്ന് ഹർജിയിൽ പരാമർശം. കേസ് വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ക്രിസ്ത്യൻ പ്രൊഫഷണൽ മെഡിക്കൽ മാനേജ്മെന്റ് ഫെഡറേഷന്റെ കീഴിലുള്ള 4 കോളേജുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും ഏറ്റെടുത്ത സർക്കാർ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധവും കരാറുകളുടെ ലംഘനവുമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ അമല, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, തിരുവല്ല പുഷ്പഗിരി, തൃശൂർ ജൂബിലി മിഷൻ എന്നീ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മെഡിക്കൽ കോളേജുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. മുൻ സർക്കാരുമായി 3 വർഷത്തേക്ക് തങ്ങൾ കരാറുണ്ടാക്കിയിരുന്നതായി മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ കരാറുകൾ നിലനിൽക്കെ സീറ്റുകൾ സർക്കാർ ഏറ്റെടുക്കുന്നത് കരാറുകളുടെ ലംഘനമാണ്. സർക്കാർ നടപടി ന്യൂനപക്ഷാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മാത്രമല്ല, തങ്ങൾ ഇതിനകം പ്രവേശന നടപടികളുമായി മുന്നോട്ടു പോയി കഴിഞ്ഞതായും മാനേജ്മെന്റുകൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജി വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. രാവിലെ കൊച്ചിയിൽ യോഗം ചേർന്ന ശേഷമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഇതേ ആവശ്യമുന്നയിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. സർക്കാർ ഉത്തരവ് നടപ്പാക്കിയാൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് മാനേജ്മെന്റുകളുടെ നിലപാട്. ഒറ്റയ്ക്കും കൂട്ടായും സർക്കാരിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കാനാണ് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് സ്വാശ്രയ എഞ്ചിനീയറിംഗ് പഠനത്തിന് വിദ്യാർത്ഥികളില്ല. പ്രവേശന നടപടികൾ പൂർത്തിയായപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് 19,644 സീറ്റുകൾ. 15 ബാച്ചുകളിലേക്ക് ചേരാൻ ഒരു വിദ്യാർത്ഥി പോലുമില്ല. 13,000 മെറിറ്റ് സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് കുട്ടികളെ കിട്ടാനില്ല എന്നത് കൂടുതൽ അടിവരയിടുകയാണ് പുതിയ കണക്കുകൾ. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയായപ്പോൾ സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ 150 കോളേജുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 19,644 സീറ്റുകൾ. ആകെയുള്ള 55,404 സീറ്റുകളിൽ പ്രവേശനം നടന്നത് കേവലം 35,570 സീറ്റുകളിൽ മാത്രമാണ്. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 65% വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്രവേശനം നേടിയത്. കഴിഞ്ഞ വർഷം ഇത് 68%. 15 ബാച്ചുകളിലേക്ക് ഒരു വിദ്യാർത്ഥി പോലും പ്രവേശനം നേടിയിട്ടില്ല. കൂടാതെ ഒഴിഞ്ഞുകിടക്കുന്നതിൽ 13,000 മെറിറ്റ് സീറ്റുകളുമാണ്. 12 കോളേജുകളിൽ 60%-ൽ താഴെ മാത്രമാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത്. വിവിധ കാരണങ്ങളാൽ 92 ബാച്ചുകളിലെ പ്രവേശനം സർവകലാശാല റദ്ദാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് മുകളിലൂടെയുള്ള വ്യോമപാത ഒഴിവാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ജെറ്റ് എയർവേസ്, സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികളാണ് വ്യോമയാന മന്ത്രാലയത്തിൽ അപേക്ഷ നൽകിയത്. പാക് പാത ഒഴിവാക്കി അറബിക്കടലിന് മുകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് നടത്താൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. പാകിസ്ഥാൻ വഴി ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാന കമ്പനികളാണ് അഭ്യർത്ഥനയുമായി വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചത്. ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാക് വ്യോമപാതയിലെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നാണ് കമ്പനികൾ പറയുന്നത്. വ്യോമ നാവികസേനകൾക്ക് അനുവദിച്ചിട്ടുള്ള പാത ലഭ്യമാക്കണമെന്നാണ് സ്പൈസ് ജെറ്റ് നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാമ്പത്തിക കാരണങ്ങളും കമ്പനികളുടെ ആവശ്യത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. പുതിയ റൂട്ട് ലഭിച്ചാൽ ഇന്ധന ചെലവിൽ വലിയ കുറവ് വരുമെന്നും സ്പൈസ് ജെറ്റ് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച പഠന റിപ്പോർട്ടും വിമാന കമ്പനികൾ സമർപ്പിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, അധിക ഇന്ധന ചെലവ്, കാർബൺ പുറന്തള്ളുന്നതിലെ വ്യത്യാസം തുടങ്ങി പാക് പാതയിലൂടെ പറക്കുമ്പോഴുള്ള പ്രതികൂല ഘടകങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാന് മുകളിലൂടെയുള്ള പാത ഒഴിവാക്കിയാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിമാന കമ്പനികളുടെ അപേക്ഷയിൽ വ്യോമയാന മന്ത്രാലയം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധോലോക രാജാവ് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടെന്ന ഐക്യരാഷ്ട്രസഭ. ഇന്ത്യ നൽകിയ 9 വിലാസങ്ങളിൽ 6 UN സ്ഥിരീകരിച്ചു. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലില്ലെന്ന കാലങ്ങളായുള്ള പാക് വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. വിവിധ കാലഘട്ടങ്ങളിലായി പാകിസ്ഥാനിൽ നിന്നും കരസ്ഥമാക്കിയ പാസ്പോർട്ടുകളുടെ വിവരങ്ങളും ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടു. കറാച്ചി, റാവൽപിണ്ടി, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ വിലാസങ്ങളാണ് UN സ്ഥിരീകരിച്ചത്. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന്റേതെന്ന് കാണിച്ച് ഇന്ത്യ നൽകിയ പാകിസ്ഥാനിലെ 9 മേൽവിലാസങ്ങളിൽ 6 ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിച്ചത്. ദാവൂദ് പാകിസ്ഥാനിലുണ്ടെന്ന ഇന്ത്യയുടെ വാദത്തെ ശരിവെക്കുന്നതാണ് UN കണ്ടെത്തൽ. അതേസമയം ഇന്ത്യ നൽകിയ മേൽവിലാസങ്ങളിൽ 3 തെറ്റാണെന്നും ഇതിലൊന്ന് പാകിസ്ഥാന്റെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി മലീഹ ലോധിയുടേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 1 വർഷം മുമ്പ് ഈ വിവരങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവും തമ്മിൽ നടത്താനിരുന്ന ചർച്ചയിൽ കൈമാറാനിരുന്നതായിരുന്നു.
എന്നാൽ ചർച്ച മുടങ്ങിയതിനെ തുടർന്നാണ് ഇന്ത്യ വിവരങ്ങൾ UN കൈമാറിയത്. ഇന്ത്യയിൽ നടന്ന പല കുറ്റകൃത്യങ്ങളുടെയും സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ദാവൂദ് പാകിസ്ഥാനിലുണ്ടെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പാകിസ്ഥാനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യ ദാവൂദിന്റെ പാകിസ്ഥാനിലെ മേൽവിലാസങ്ങൾ UN കൈമാറിയത്. പാകിസ്ഥാനിൽ നിരവധി ഭൂസ്വത്തുക്കളുള്ള ദാവൂദ് നിരന്തരം താമസസ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നതായാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. ഇതിനുള്ള തെളിവായാണ് ദാവൂദിന്റെ വിലാസങ്ങൾ കൈമാറിയത്. 2013 സെപ്റ്റംബറിൽ ദാവൂദ് വാങ്ങിയ പുതിയ വീടിന്റെ വിവരങ്ങളും ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വാദം നിഷേധിക്കുന്ന പാകിസ്ഥാൻ രാജ്യത്ത് ദാവൂദ് ഇല്ലെന്നാണ് പറയുന്നത്. 1993 മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനും അധോലോക കുറ്റവാളിയുമാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ പാകിസ്ഥാനിലാണുള്ളതെന്നും പാകിസ്ഥാൻ ഏജൻസികളാണ് ദാവൂദിന് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതെന്നും ഇന്ത്യ നൽകിയ രേഖകളിൽ പറയുന്നുണ്ട്. എന്നാൽ ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ എവിടെയാണുള്ളതെന്ന വിവരങ്ങൾ പുറത്തുവിടാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിന്റെ വീടിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ഒരു ദേശീയ ചാനൽ ഇതിനു മുമ്പ് പുറത്തുവിട്ടിരുന്നു. ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ നടത്തിയ അന്വേഷണത്തിലാണ് ദാവൂദിന്റെ പാകിസ്ഥാനിലുള്ള വീടിന്റെ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. D3 ബ്ലോക്ക് 14 കിഫ്റ്റൺ കറാച്ചി എന്നാണ് ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്ന ദാവൂദിന്റെ വിലാസം. കറാച്ചിയിലെ സമ്പന്നർ താമസിക്കുന്ന മേഖലയാണിത്. ന്യൂസ് ഡെസ്ക്. വെണ്ടയെ ബാധിക്കുന്ന ഗുരുതര രോഗമാണ് മൊസൈക്ക് അഥവാ ഇല മഞ്ഞളിപ്പ്. ഇലകൾ കുറുകി വരുന്നതും പൂക്കളുടെ എണ്ണം കുറയുന്നതുമെല്ലാമാണ് ഇവയുടെ ലക്ഷണം. മൊസൈക്ക് രോഗം തടയാൻ ഇതാ ചില എളുപ്പവഴികൾ. വെണ്ട നടുമ്പോൾ തന്നെ മൊസൈക്കിനെ തുരത്താനുള്ള വിധിയും കൂടി കാണണം. രോഗം ബാധിച്ച ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കരുത്. രോഗം ബാധിച്ച ചെടി പിഴുത് തീയിട്ട് നശിപ്പിക്കുന്നതും തുടർച്ചയായ ഒരു സ്ഥലത്തോ ബാഗിലോ വെണ്ട കൃഷി ചെയ്യാതിരിക്കുന്നതുമെല്ലാം മൊസൈക്കിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. ബോഗൻവില്ല, കമ്മ്യൂണിസ്റ്റ് പച്ച, ചെത്തിക്കൊടുവേലി, വെളുത്തുള്ളി എന്നിവ അരച്ച് വെള്ളത്തിൽ കലക്കി ആഴ്ചയിലൊരിക്കൽ തളിക്കുന്നത് മൊസൈക്ക് പരത്തുന്ന വെള്ളീച്ചയെ തുരത്തും. വെർട്ടിലീസിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 ദിവസത്തിലൊരിക്കൽ തളിക്കുന്നത് വെള്ളീച്ചയെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു മാർഗമാണ്. വേപ്പെണ്ണ, ബാർ സോപ്പ് മിശ്രിതവും ഫലപ്രദം തന്നെ. മൊസൈക്കിന് കാരണമാകുന്ന വൈറസിന് നിയന്ത്രണ മാർഗമില്ലാത്തതുകൊണ്ട് പ്രതിരോധ നടപടികളാണ് ഉത്തമം. മൊസൈക്ക് രോഗം കാണുന്ന സ്ഥലങ്ങളിൽ സൽകീർത്തി ഇനം വിത്ത് ഒഴിവാക്കണം. പകരം ഹൈബ്രിഡ് ഇനങ്ങളും അർക്ക അനാമികയും അർക്ക അഭയയും കൃഷി ചെയ്യാം. ന്യൂസ് ഡെസ്ക്.